അയ്യോ, എന്താണ് ഒരു അയ്യോ സൗണ്ട്? ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാൻ എത്തിയിരിക്കുന്നു ആസ് യൂഷ്വൽ ഷീനുട്ടിയും വിദ്യാമ്മ. കുട്ടിയും അമ്മയും വല്ലാണ്ട് പുകഴ്ത്തണു. പുകഴ്ത്തും എന്താന്നറിയോ, കൊറേ കാര്യങ്ങളുണ്ട് അതിലേ. എന്റെ ഈശ്വര. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ മനസ്സ് കുളിരണിയുന്നുണ്ടോ കൂട്ടുകാരെ? ഇതിങ്ങനെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കളറ് അറിയാൻ പറ്റൂല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കിട്ടുമോ? ഈ പൂവാണ്, ഈ പൂവിന്റെ തോട്ടാണിത്. ദൈവമേ, ഇരുന്നൂരൊന്ന് ഇളകിപ്പോവല്ലേ. വിദ്യ ഉദ്ദേശിച്ച വിദ്യയുടെ മൊബൈലിന്റെ അകത്തുനിന്ന് എന്തോ പോവാൻ പോയി. എന്റെ ഫോണിന്റെ അകത്ത് വളരെ രഹസ്യമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതൊരു 10,000 പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുണ്ട്. 15,000 പ്രാവശ്യം എടുത്ത് നോക്കിയാലും കുഴപ്പമില്ല, താഴെക്കളയല്ലേ ഉള്ളടോ. അതൊന്നാമത് ഈ പാടത്ത്, ഈ പൂപ്പാടത്ത് എല്ലാം വീണ് പോയാൽ നമുക്ക് കിട്ടത്തില്ല. നല്ല ഭംഗിയ. അവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതാ. ഇതിന്റെ തന്നെ ആയിരുന്നു ആ ചുവപ്പ് കാണുന്നത്. ഇനി അടുത്ത ചെടികൾ വെക്കാൻ അത് റെഡിയാക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെടുക്കും. എന്നിട്ട് ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവര് ചെടികളുടെ, അതായത് ഇങ്ങനെ പാകി അത് മുള വന്ന് അതിനെ കൊണ്ട് അവിടെ വെക്കും. അങ്ങനെയാണ്. അപ്പം ഈ ഭൂമി എത്ര മനോഹരമാണ് അല്ലേ? അതെ. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചേ. അതായത് സ്വപ്നം എന്നൊരു സിനിമ, അതിൽ സലിൽ ചൗധരി സാർ സംഗീത സംവിധാനം ചെയ്ത് ONV കുറുപ്പ് സാറിൻ്റെ വരികളിൽ വാണിയമ്മ ഒരു നല്ല സൂപ്പർ പാട്ട് പാടിയിട്ടുണ്ട്. ആ ഭൂമിയെ കുറിച്ചാണ് അത്. അപ്പം എനിക്ക് ആ ഒരു പാട്ടെന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്ത് ഈ ജനിച്ച കുട്ടികളെയും ജനിക്കാനിരിക്കുന്ന കുട്ടികളെയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ അമ്മമാരുടെയും മനസ്സിൽ വരുന്ന ഒരു വരികളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്ക് തോന്നുന്നത്. അത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഞാൻ. അപ്പൊ ഈ പാട്ടൊന്ന് പാടാമേ. പഠിക്കൂ. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ്ണ പരാഗമാണോ മനെ നീ, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം 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 സ്വപ്നം. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ്ണ പരാഗമാണോ മനെ നീ, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. നിന്നെ ഞാൻ എന്തോ വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ, നിന്നെ ഞാൻ എന്തോ വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ, നിന്നെ ഞാൻ എന്തോ വിളിക്കും.
വിടർന്നോരു കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനെ നീ, അതിൻ സൗരഭമാണെൻ്റെ സ്വപ്നം 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 സ്വപ്നം. ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, നിശ്വാസ സൗഗന്ധമെന്നോ, നിന്നെ ഞാനെന്തോ വിളിക്കും. ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, നിശ്വാസ സൗഗന്ധമെന്നോ, നിന്നെ ഞാനെന്തോ വിളിക്കും. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനെ നീ, അതിൻ സൗരഭമാണെൻ്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. കൂട്ടുകാരെ, സൂപ്പറായിരുന്നു കേട്ടോ. എടോ, എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്ര സൂപ്പറായിട്ട് പാടുന്നു. എന്റെ മനസ്സിൽ ഈ പാട്ട് എന്റെ മക്കൾക്ക് വേണ്ടി പാടണമെന്ന് എനിക്ക് കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും. എന്റെ ദേഹമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. വെച്ചാല് എന്റെ കൂട്ടുകാര്, എന്റെ നാട്ടുകാർ, എല്ലാ മക്കൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ പാട്ട്. ശരിക്കും പറഞ്ഞ പരീക്ഷ വരുന്നത്, ഈ പരീക്ഷക്കാലത്ത് ഈ അമ്മമാരുടെ എല്ലാം പ്രാർത്ഥന അതാണ്. അതെ, പറയാൻ വരുന്നില്ല, എനിക്ക് കണ്ണ് നിറയുക. അപ്പോ ആ ഒരു പരീക്ഷക്കാലത്തേക്കുള്ള ആ ഒരു പ്രാർത്ഥനയാണ് കൂട്ടുകാരെ. ഇപ്പം മാർച്ച് വന്നില്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ 10ാം ക്ലാസ് SSLC പരീക്ഷ ആകുമ്പോഴേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെയൊക്കെ അമ്മമാരുടെ അച്ഛന്മാരുടെ മനസ്സേ. ഇപ്പൊ നമ്മൾ ആ സ്ഥാനത്താണ്. പക്ഷെ അന്ന് അവർക്ക് അത്രയും ഒരു പ്രഷറൊക്കെ, അന്നൊന്നും പ്രഷറൊന്നും ഇല്ല, അത് സത്യമാണ്. എന്നുവെച്ചാൽ എല്ലാ കൂട്ടുകാരും എല്ലാം ഒന്നിച്ചൊക്കെ. ഇന്ന് കാലത്ത് അങ്ങനെയല്ല. ഇന്ന് മൊബൈൽ യുഗമാണ്, കമ്പ്യൂട്ടർ യുഗമാണ്. കുട്ടികൾ പഠിക്കുവോ ഇല്ലേ ഇങ്ങനെയൊക്കെ പേരൻസിനുള്ള ഒരു ടെൻഷനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പൊ എനിക്ക് ആകപ്പാടെ എൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. പരീക്ഷക്കാലത്ത് എല്ലാവർക്കും നന്നായി, എല്ലാ കുഞ്ഞുങ്ങൾക്കും അതെ പഠിച്ചത് ഓർമ്മയിൽ വരാൻ വേണ്ടിട്ട്, അതെ അത്രേ പഠിക്കാൻ ആഗ്രഹം വരുത്താൻ വേണ്ടിട്ട്, അത്രേ ഉള്ളൂ. അതൊക്കെ ഉള്ളു, വേറെ ഒന്നും ഇല്ല കൂട്ടുകാരെ. അപ്പൊ ഇത്രയും പറഞ്ഞ ഇന്നത്തെ ഈ ഒരു പാട്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു ബൈ പറഞ്ഞു തരടോ. ബൈ ബൈ. ബൈ.